നമ്മളിന്ന് കൊഴുവ പീര പറ്റിച്ചാണ് തേങ്ങ അരച്ച് പീര പറ്റിക്കാൻ പോവാണ്. അതിലൂടെ ശകലം ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്കിനി ഇതിലോട്ട് ഒരു തേങ്ങയുടെ അരമുറിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് തിരുമിയെടുത്തത്. പിന്നെ ഒരു 1.5 പച്ചമാങ്ങ, ഒരു 10 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 ചെറിയ വെളുത്തുള്ളി അല്ലിയെടുത്തത്, 2 തണ്ട് കരിവേപ്പില. ഇനിയിപ്പോൾ തേങ്ങ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം ചില്ലി പൗഡറോട് ചേർത്ത് കൊടുക്കാം, എരിവിന് വേണ്ടിയിട്ടാണ്. ഒരല്പം ചില്ലി പൗഡർ ലേശം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് അരയണ്ട, ഒന്ന് കറക്കി ചതച്ചെടുത്താൽ മതിയാവും. അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ചെറുതായിട്ട് അരച്ചെടുക്കാം. ഇതിൻ്റെ അകത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 2 ചെറിയ സ്പൂണാണ്, ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഇത്രയും ഇട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ ചട്ടിയിലോട്ട് ഇട്ട് മിക്സ് ചെയ്യാം. വെച്ചിരിക്കുന്ന കൊഴുവ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് അരപ്പ് കൊടുക്കാം, ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് മാങ്ങ ഇല ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ ചതച്ച ഇഞ്ചിയാണ്, അതിൻ്റെ തൊട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചതച്ച വെളുത്തുള്ളിയാണ്, അതോടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരല്പം കരിവേപ്പിലയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് എരിവിന് വേണ്ടിയിട്ട്. ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുപ്പ് കത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ലോ ഫ്ലെയിം വെച്ചാൽ മതിയാവും. ഇപ്പോൾ മീൻ പീര തിളച്ച് സെറ്റായി വരട്ടെ. മീനൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ഒന്ന് കറക്കി കൊടുക്കാം, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. മീനെല്ലാം വെന്ത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മുകളിൽ തൂക്കി കൊടുക്കാം. കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. മീൻ പീര ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു മീൻകറിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോസുമായിട്ട് ഉടൻ തന്നെ വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ. മീൻ തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് മോള് ടേസ്റ്റ് ചെയ്യാനായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോൾക്ക് കുറച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. എന്നാ മീന? കൊഴുവ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടോ? ഉപ്പും പുളിയെല്ലാം പിടിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റ്. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നി.
അടിപൊളി.